നമസ്കാരം. മലയാള സിനിമാ മേഖലയിൽ അടുത്ത ഭൂകമ്പമുണ്ടാക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്ന് സൂചന. റിപ്പോർട്ടിലെ സർക്കാർ വിട്ടുകളഞ്ഞ ഭാഗങ്ങൾ ഇന്ന് കൈമാറുമെന്ന് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങളാണ് പുറത്തുവരുന്നത്. വിവരാവകാശ നിയമപ്രകാരം വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകിയ മാധ്യമ പ്രവർത്തകർക്കാണ് ഈ ഭാഗങ്ങൾ നൽകുക. വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചതിനപ്പുറം ചില പാരഗ്രാഫുകൾ സർക്കാർ സ്വന്തം നിലയിലും ഒഴിവാക്കിയിരുന്നു. 49 മുതൽ 53 വരെയുള്ള പേജുകളായിരുന്നു സർക്കാർ സ്വന്തം നിലയിൽ വെട്ടിയത്. ഈ ഭാഗങ്ങളായിരിക്കും ഇന്ന് കൈമാറുക. മാധ്യമപ്രവർത്തകരുടെ അപ്പീലുകൾ പരിഗണിച്ച വിവരാവകാശ കമ്മീഷനുടേതാണ് നിർണായകമായ തീരുമാനം. വിവരാവകാശ നിയമപ്രകാരം നൽകിയപ്പോൾ 5 പേജുകളും 11 ഖണ്ഡികകളും തങ്ങളെ അറിയിക്കാതെ ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലിലാണ് വിവരാവകാശ കമ്മീഷൻ ശനിയാഴ്ച ഉത്തരവ് പറയുക. റിപ്പോർട്ടിലെ ഈ ഭാഗങ്ങൾ പുറത്തുവിടാൻ കമ്മീഷൻ നിർദ്ദേശിക്കാനാണ് സാധ്യത. വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമാണ് അപ്പീൽ പരിഗണിച്ചത്. മാധ്യമപ്രവർത്തകരുടെ അപ്പീൽ ലഭിച്ചതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധനയ്ക്കായി വീണ്ടും ഹാജരാക്കാൻ സാംസ്കാരിക വകുപ്പിനോട് വിവരാവകാശ കമ്മീഷണർ ഒക്ടോബർ 30 ഹിയറിംഗിൽ ആവശ്യപ്പെട്ടിരുന്നു. 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളും 49 മുതൽ 53 വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന് പ്രചാരണത്തിനിടയാക്കിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന് ഹിയറിംഗിൽ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഉദ്യോഗസ്ഥരായ സുഭാഷിണി തങ്കച്ചി, ജോയിന്റ് സെക്രട്ടറി ആർ സന്തോഷ് എന്നിവർ കമ്മീഷനെ ബോധിപ്പിച്ചു. ഒഴിവാക്കുന്ന പേജുകൾ സംബന്ധിച്ച് ഉത്തരവിൽ രേഖപ്പെടുത്തിയത് പറ്റിയ ക്ലറിക്കൽ തെറ്റാണ് അത്തരം ആക്ഷേപത്തിനിടയാക്കിയത്. അപേക്ഷകർ ആവശ്യപ്പെടുന്ന പേജുകൾ പുറത്തുവിടാൻ സർക്കാർ താൽപ്പര്യപ്പെടുന്നില്ല. ആ പേജുകളിലെ വിവരങ്ങൾ പലരുടെയും സ്വകാര്യതയെ ബാധിക്കും. ഉത്തരവിലെ പേജുകൾ സംബന്ധിച്ച് തെറ്റുപറ്റിയതിൽ അപേക്ഷകരോട് മാപ്പ് പറയാമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കമ്മീഷൻ ഈ വാദങ്ങൾ അംഗീകരിച്ചില്ല. ഉദ്യോഗസ്ഥരുടെ നടപടി സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയെന്നും രാജ്യവ്യാപകമായി ചർച്ച ചെയ്യേണ്ട റിപ്പോർട്ടിനെ അനാവശ്യ വിവാദങ്ങളിലേക്ക് തള്ളിവിട്ടെന്നും കമ്മീഷൻ വിമർശിച്ചു. തുടർന്നാണ് റിപ്പോർട്ട് ഉടൻ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ഒക്ടോബർ 30 വൈകിട്ടോടെ മുദ്രവെച്ച കവറിൽ സിഡിയും പെൻഡ്രൈവുകളും അടങ്ങിയ റിപ്പോർട്ട് കമ്മീഷണൽ ഉദ്യോഗസ്ഥനെത്തിച്ചു. 295 പേജുള്ള റിപ്പോർട്ടിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളവ നൽകാനാണ് ജൂലൈ 5 വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. വ്യക്തിഗത വിവരങ്ങളായ 33 ഖണ്ഡികകൾ കമ്മീഷൻ നേരിട്ട് ഒഴിവാക്കി. സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റു വിവരങ്ങൾ ഒഴിവാക്കാൻ സാംസ്കാരിക വകുപ്പിന്റെ വിവരാവകാശ ഓഫീസർക്ക് വിവേചനാധികാരം നൽകിയെങ്കിലും ഏതാണെന്ന് അപേക്ഷകരെ മുൻകൂട്ടി അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 101 ഖണ്ഡികകൾ കൂടി വിവരാവകാശ ഓഫീസർ ഒഴിവാക്കി. ഒഴിവാക്കിയ പേജുകളും ഖണ്ഡികകളും പട്ടിക തിരിച്ച് അപേക്ഷകർക്ക് നൽകി. ഈ പട്ടികയിൽ ഇല്ലാതിരുന്നവയും പിന്നീട് ഒഴിവാക്കിയതാണ് പരാതിക്ക് ആധാരമായത്.